പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ശാലമൊരുക്കുന്ന ഇന്നത്തെ ഈ മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു പരിശുദ്ധ അമ്മ ആരാണ്, യേശുവുമായിട്ടുള്ള അമ്മയുടെ ബന്ധം, നാമുമായിട്ടുള്ള അമ്മയുടെ ആ ബന്ധം, അമ്മയുടെ ദൗത്യം എന്തായിരുന്നു, ഇന്നും എങ്ങനെ ആ ദൗത്യം നിർവഹിക്കുന്നു എന്നെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. നാം മറ്റൊരു വസ്തുത കാണുന്നുണ്ട്. തിരുസഭയിൽ പരിശുദ്ധ അമ്മയോടുള്ള ചില പ്രാർത്ഥനകൾ ഔദ്യോഗികമായി സഭ അംഗീകരിക്കുകയും എല്ലാ കുടുംബങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളാണ് പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയും എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥനയും. ഇന്നത്തെ ഈ ക്ലാസ്സുകളിൽ ഈ രണ്ട് പ്രാർത്ഥനകളെ പറ്റിയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായി നാം ചിന്തിക്കണം, എന്താണ് പ്രാർത്ഥന, എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. യേശു തന്നെ നമ്മളെ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട്, രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത് ഇതാണ്: എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് യേശുനാഥൻ ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായി പിതാവായ ദൈവവുമായി നമ്മൾ പ്രാർത്ഥിക്കണം, വ്യക്തിബന്ധം സ്ഥാപിക്കണം. രണ്ടാമത് യേശു പഠിപ്പിക്കുന്ന ഇതാണ്: നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുവിൻ. അത് ശ്ലീഹന്മാർ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ യേശു അവരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളിപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഇവിടെ നാം കാണുന്നത് ഞങ്ങളെ, അതായത് യേശു ശിഷ്യത്വത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ സാഹോദര്യത്തിൻ്റെ പ്രാർത്ഥനയാണിത്. യേശു നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഒന്നിച്ച് സമൂഹത്തിൽ, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് തിരുസഭയിൽ നമുക്കറിയാം സാർവത്രികമായി പല പ്രാർത്ഥനകളും ചരിത്രത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ സാമൂഹ്യമായ, സാംസ്കാരികമായ, ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്. അപ്പോൾ ഇന്നും സഭയിലുള്ള ഈ സാമൂഹ്യ പ്രാർത്ഥനകൾ അത് സമൂഹത്തിൻ്റെ കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിനും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതേ സംബന്ധിച്ച് സഭയുടെ പഠനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിതാണ്: കുടുംബമായും സമൂഹമായും ഒന്നിച്ചു ചേർന്ന് ചിലപ്പോഴെല്ലാം പ്രാർത്ഥന നടത്തേണ്ടത് ക്രിസ്ത്യാനിയുടെ കടമയത്രേ. പൊതുപ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഒരു സമൂഹമെന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നതിന് വിശ്വാസികൾക്ക് സാധിക്കുന്നു. ആകയാൽ സഭയുടെ വിശിഷ്ടമായ ഏതാനും പ്രാർത്ഥനകളെങ്കിലും മനസ്സിരുത്തി പഠിച്ച് മനഃപ്പാഠമാക്കി അവയെ പലപ്പോഴും ഉരുവിടുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നടപടിയാണ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളം, സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമ്മേ, ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം, മനസ്താപ പ്രകരണം, ജപമാല, പരിശുദ്ധ രാജ്ഞി, എത്രയും ദയുള്ള മാതാവേ എന്നിവ അവയിൽ പ്രമുഖങ്ങളത്രേ. പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 46 നാം കാണുന്നുണ്ട്.
പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് അമ്മയുടെ ഏറ്റവും സുപ്രധാനമായ സന്തോഷം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മളും പങ്കുചേരുന്നതാണ് അമ്മയോട് ഒത്തു പ്രാർത്ഥിക്കുക എന്നത്. മറ്റൊന്നത്, നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് ചിലർ ചോദിച്ചേക്കാം. അതിന് ചോദ്യത്തിന് ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ: അത് നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളെങ്കിൽ പൗലോസിലേ പറയുന്നുണ്ട്, ദൈവമക്കളുടെ അവകാശവും നമുക്കുണ്ട്. യേശു ദൈവപുത്രനായിരുന്നു. ആ ദൈവപുത്രനാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. ആ അവകാശം എടുത്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ് പൗലോസ്ലീഹ നമ്മുടെ അവകാശത്തെപ്പറ്റി പറയുന്നത്? ആ ഭാഗം ഒന്ന് വായിക്കാമോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 വചനങ്ങൾ 14 മുതൽ 17 വരെ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടി നാം പീഡ അനുഭവിക്കുന്നു. ഇതാണ് നമ്മുടെ അവകാശം. അതായത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ അവകാശമുണ്ട്. വെറും അവകാശമുണ്ട് മാത്രമല്ല, കൂട്ടവകാശികൾ എന്നാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. ആ അവകാശം എന്തിൻ്റേതാണ്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റേതാണ്, പ്രാർത്ഥനയുടേതാണ്. ഈ അവകാശം കൊണ്ട് നമ്മുടെ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് കാലാന്തരത്തിൽ തിരുസഭയുടെ ചരിത്രത്തിൽ പൂർത്തിയാക്കപ്പെട്ട മനോഹരമായൊരു പ്രാർത്ഥന പരിശുദ്ധ രാജ്ഞി എന്നത് നൂറ്റാണ്ടുകളായി വിശ്വാസികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നാം ആ ജപം ചൊല്ലുകയാണ്. മനോഹരമാണ്, അർത്ഥപൂർണമാണ് പരിശുദ്ധ രാജ്ഞി എന്നുള്ള ആ ജപം. അച്ഛാ, പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുവല്ലോ. ഈ പ്രാർത്ഥനയുടെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്? അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒന്ന് വിശദീകരിക്കാമോ? പരിശുദ്ധ രാജ്ഞി എന്ന ആ പ്രാർത്ഥന നമുക്കാദ്യമായി ഒന്നിച്ചിരുന്നു ചെല്ലാം. ഏഞ്ചൽ ആ പ്രാർത്ഥനയൊന്ന് ചൊല്ലൂ. നമുക്കൊരുമിച്ച് ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്കും അതിൻ്റെ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കും കടന്നു ചെല്ലാം. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിന്ന് വിളിക്കുന്നു. കണ്ണുനീരിന്റെയും താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. കത്തോലിക്കരുടെ ഇടയിൽ വളരെയധികം പ്രചാരമുള്ള ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ രാജ്ഞി എന്നത്. അതിൻ്റെ ലാളിത്യവും ഹൃദയാവർജകമായ അതിൻ്റെ ശൈലിയും അതിൻ്റെ അർത്ഥവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ പ്രാർത്ഥന, അതിൻ്റെ ചരിത്രം ഇതാരെഴുതിയെന്ന് ഇന്നും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ 11-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത്. 11-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും തിരുസഭയിൽ എല്ലാ കുടുംബത്തിലും തന്നെ എല്ലാ ദിവസവും ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുമാണ്. അത്രയും ലളിതമാണെങ്കിലും പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ആ പ്രാർത്ഥനയുടെ അർത്ഥത്തിലേക്ക് തന്നെ ഒന്ന് കടന്നു ചെല്ലാം. എന്താണ് ആദ്യം കാണുന്നത്? പരിശുദ്ധ രാജ്ഞി, പരിശുദ്ധ അമ്മയുടെ ആ ജീവിതത്തെപ്പറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ നാം മനസ്സിലാക്കി, ദൈവമാണ് നസ്രത്തിലെ മേരിക്ക് ഈ വിശുദ്ധി നിറച്ച് നൽകുന്നത്. അതുകൊണ്ടാണ് മാലാഖ നസ്രത്തിലെ മേരിയോട് പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. അപ്പോൾ മേരി നന്മ നിറഞ്ഞവൾ,
കൃപ നിറഞ്ഞവൾ, വിശുദ്ധി നിറഞ്ഞവൾ. ഇതുകൊണ്ടാണ് പരിശുദ്ധ രാജ്ഞി ആരാണ്? ഹെബ്രായ ഭാഷയിൽ അവരുടെ സംസ്കാരത്തിൽ രാജ്ഞി എന്നത് ഏറ്റവും ശക്തിമതിയായ രാജ്യത്തിലെ വ്യക്തിയാണ്. പക്ഷേ ആ അർത്ഥം വരുന്നത് അവരുടെ രാജ്യഭരണത്തെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെ രാജ്ഞിയെന്ന് വിളിക്കുമ്പോൾ അതേപ്പറ്റി തന്നെ നമ്മളൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ മേരി എന്ന രാജ്ഞി പദത്തിന് ക്രിസ്തുവും എന്ന രാജാവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ക്രിസ്തു പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹിയമല്ല. ആ ഐഹിയമല്ലാത്ത രാജ്യത്തിലെ രാജ്ഞി അത് പരിശുദ്ധ മറിയമാണ്. കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ മകൻ രാജാതിരാജനാണ്. ഇതാണ് മറിയത്തിൻ്റെ ആ രാജ്ഞിപദത്തിൻ്റെ നിദാനം. യേശു എന്ന രാജാവാണ്. അവൾ വിശുദ്ധിയാണ്. അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതായത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ അമ്മയോടുള്ള നമ്മുടെ സ്നേഹപ്രകടനമാണ് പരിശുദ്ധ രാജ്ഞി എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത് കാണുന്നുണ്ട്, കരുണയുടെ മാതാവേ സ്വസ്തി. കരുണ, യേശു തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അവതീർണനായ വ്യക്തിയാണ്. ഈ ലോകത്തിൽ ദൈവസ്നേഹം അവതരിച്ചത് അത് കരുണയുടെ, സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അത് യേശുവാണ്. അപ്പോൾ ഇവിടെ വരുന്നത് കരുണയുടെ മാതാവേ. രണ്ടർത്ഥമുണ്ട് അതിനകത്ത്. ഒന്ന്, മേരി യേശുവിൻ്റെ അമ്മയാണ്. അതും നമ്മുടെ ഒരു പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൽ ഉള്ള നമ്മുടെ വിശ്വാസം. രണ്ടാമത്, മേരി തന്നെ കരുണയുടെ ഒരു പ്രതീകമാണ്. അമ്മയുടെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമാണ്. സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ, സ്നേഹത്തിൻ്റെ പ്രകടനമാണല്ലോ കരുണ എന്ന് പറയുന്നത്. അമ്മയുടെ ജീവിതം മുഴുവൻ ഈ സ്നേഹത്തിൻ്റെ, കരുണയുടെ ജീവിതമായിരുന്നു. യേശുവിനോടുള്ള അമ്മയുടെ ബന്ധം, സഹോദരങ്ങളോടുള്ള അമ്മയുടെ ബന്ധം, യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള അമ്മയുടെ ആ തീഷ്ണത, അതും ബെത്ലേഹം മുതൽ നസ്രസ് മുതൽ കാൽവരി വരെയുള്ള അമ്മയുടെ ആ ജീവിതം, അത് കരുണയുടേതാവുന്നു. അതുകൊണ്ട് നമ്മൾ ആ കരുണയുടെ, സ്നേഹത്തിൻ്റെ അമ്മയെയും വിളിച്ചപേക്ഷിക്കുകയാണ്, കരുണയുള്ള മാതാവേ. സ്വസ്തി എന്നത് അത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. മാലാഖ തന്നെ മറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ, സ്വസ്തി എന്നാണ്. ബഹുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് നാം നമ്മുടെ ആ സ്നേഹപ്രകടനം സ്വസ്തി എന്ന വാക്കിലൂടെ നാം കാണിക്കുമ്പോൾ. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഞങ്ങളുടെ ജീവനാണ് ആരാണ്? യേശുവാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ, ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകുവാനാണ്, സമൃദ്ധമായി നൽകുവാനാണ്. ആ യേശുവിൻ്റെ ജീവിതം അമ്മ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. യേശു നമുക്ക് നൽകുന്ന ജീവനിൽ അമ്മയുടെ വലിയൊരു സഹകരണമുണ്ട്. അതിനെ നമ്മൾ പ്രഘോഷിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്ന ആ അമ്മയുടെ ദൗത്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുകയാണിത്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയുടെ സ്വീകരണമാണ്. അന്ന് യേശു സ്നേഹിച്ച ശിഷ്യൻ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ ഇന്ന് നമ്മൾ യേശുവിൻ്റെ അമ്മയെ യേശുവിൻ്റെ ആഗ്രഹമനുസരിച്ച് സ്വീകരിക്കുന്ന ഒരടയാളമാണ് ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമായ മറിയമേ അങ്ങേക്ക് സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്. ആരാണ് നമ്മൾ അമ്മയുടെ മുമ്പിൽ? ഹാവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. പാപം മൂലം നാം എല്ലാം പുറന്തള്ളപ്പെട്ടവരായിരുന്നു പറുദീസായിൽ നിന്നും. എന്നാൽ യേശു വഴി അതിനെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഈ ഒരു രക്ഷാകര സംഭവത്തെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. അതിൽ മേരി സഹകരിച്ച ആ വലിയ ദൗത്യത്തെപ്പറ്റി. അതുകൊണ്ടാണ് പറയുന്നത്, പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. ഈ സമയത്ത് നമ്മൾ ഓർക്കണം, ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ
ഒരു വിധവ ന്യായാധിപൻ്റെ അടുത്ത് വന്ന് നിലവിളിക്കുന്നുണ്ട്. അവസാനം അവളുടെ പ്രാർത്ഥന ആ ന്യായാധിപൻ സാധിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്, ഇപ്രകാരം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന എൻ്റെ പിതാവ് എങ്ങനെ ശ്രവിക്കാതിരിക്കും. അതായത് നിലവിളിക്കുമ്പോൾ, കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു അമ്മേ എന്ന്. കാരണം നമ്മുടെ ഈ നിലവിളി അമ്മയുടെ പ്രാർത്ഥനയോടുകൂടി സ്വർഗത്തിലെത്തിച്ചേരുവാൻ വേണ്ടി. വീണ്ടും നമ്മൾ നമ്മുടെ അവസ്ഥ പറയുകയാണ് ഈ ലോകത്തിലെ. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. മരണത്തിൻ്റെ താഴ്വര, കണ്ണുനീരിൻ്റെ താഴ്വര, ഇതെല്ലാം പഴയ നിയമത്തിൻ്റെ ചില പ്രതീകങ്ങളാണ്. നമ്മളുടെ മനുഷ്യൻ്റെ കുലത്തിൻ്റെ ദുഃഖം, സങ്കടം, ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ, ഇതൊന്നും ദൈവം പെട്ടെന്നെടുത്ത് മാറ്റുന്നില്ല. എങ്കിലും ഈ ദുഃഖത്തിലൂടെയും കണ്ണുനീരിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുവാൻ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ വലിയ ആശ്വാസമാണ് ഓരോ ക്രൈസ്തവനും പരിശുദ്ധ രാജ്ഞി എന്ന ജപം ചെല്ലുമ്പോൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ആ കരുണയുള്ള കണ്ണുകൾ, ആ കണ്ണുകളാണ് നമ്മുടെ പ്രത്യാശ. ആ കണ്ണുകളാണ് യേശുവിന് തന്നെയും ശക്തി നൽകിയത്. യേശു കുരിശിൽ കിടന്ന് പിടയുമ്പോഴും അമ്മയുടെ ആ കരുണയുടെ കണ്ണുകൾ തൻ്റെ മകനിൽ പതിക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും പേടിച്ചരണ്ട് എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും അതുകൊണ്ട് വിശ്വാസികളായ നമ്മളെല്ലാവരും അമ്മയുടെ പക്കൽ നിന്ന് അപേക്ഷിക്കുകയാണ്, അങ്ങയുടെ ഒരു നോട്ടം മാത്രം മതി ഞങ്ങൾക്ക് ശക്തി നൽകുവാൻ, ഞങ്ങളുടെ വേദനയെ, ഞങ്ങളുടെ കുരിശിനെ താങ്ങുവാൻ, ഞങ്ങളുടെ വേദന സഹിക്കുവാൻ. എന്നിട്ട് നമ്മൾ പറയുകയാണ്, ഈ പ്രാർത്ഥനയിൽ ഏറ്റവും കേന്ദ്രീകൃതമായ കാര്യം ഇതാണ്, പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നമ്മളുടെ ഓരോ മരിയൻ പ്രാർത്ഥനയിലും ചെന്ന് നിൽക്കുന്നത് ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. അതാണ് മാതാവിൻ്റെ ദൗത്യവും. മാതാവ് നമുക്ക് ഈശോയെ കാണിച്ചു തരുന്നു. മാതാവ് നമ്മളോട് പറയുന്നു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണത്തിലെ ആ സംഭവം നമുക്കറിയാം. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഞങ്ങൾ അന്വേഷിക്കുന്ന ആ യേശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പൂജ്യരാജാക്കന്മാരും ആട്ടിടയന്മാരും യേശുവിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ മറിയത്തോടു കൂടി യേശുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ മറിയത്തിന് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് അമ്മയുടെ ദൗത്യമാണ്. ആ ദൗത്യത്തെ നമ്മൾ ഒന്നും കൂടി ഏറ്റു പറയുന്നു. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യാമറിയമേ ആമേൻ. അതായത് കരുണ, വാത്സല്യം, സ്നേഹം, മാധുര്യം. മാധുര്യം എന്താണ്? നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നതാണ്, സന്തോഷമാനന്ദമാക്കുന്നതാണ്, ആനന്ദമയമാക്കുന്നതാണ്. എന്നാൽ സുവിശേഷത്തിൽ മറ്റൊരർത്ഥവും ഇതിന് വരുന്നുണ്ട്, മാധുര്യത്തിന്. അതായത് വേദനയിലും ദുഃഖത്തിലും സങ്കടത്തിലും ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ അതൊരു മധുരതരമായ അനുഭവമാണ്. യേശു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇതൊരു മധുരതരമായ അനുഭവമായി മാറുകയാണ് നമ്മൾ യേശുവിനോടൊപ്പമായിരിക്കുമ്പോൾ. ഇതാണ് അമ്മയോട് അപേക്ഷിക്കുന്നത്, അമ്മേ, ഞങ്ങളെ ഈ മാധുര്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. ഇതാണ് പരിശുദ്ധ രാജ്ഞിയോടുള്ള ആ പ്രാർത്ഥനയുടെ ഏറ്റവും അർത്ഥപൂർണമായ ഭാഗം. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നു. രണ്ടാമത്, നമ്മൾ അമ്മയിലുള്ള
നമ്മുടെ ശരണം, നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയോട് അപേക്ഷിക്കുന്നു. ഇതാണ് പരിശുദ്ധരാജ്ഞി എന്ന ജപത്തിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ആ ദൈവകൃപയും ഇതുവഴിയായിട്ട്. അച്ഛാ, പരിശുദ്ധരാജ്ഞിക്ക് ശേഷം ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ പരിശുദ്ധരാജ്ഞി എന്ന ജപം ചൊല്ലിയ ശേഷം നമ്മൾ പ്രാർത്ഥിക്കും, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ. അപ്പോൾ സമൂഹം പ്രാർത്ഥിക്കും, സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാസ്തവത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥന ഇതാണ്. അർത്ഥപൂർണമാണ്. കാരണം എന്താണ്? അമ്മയോട് മറ്റൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അമ്മേ, ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്താണ് യേശു ക്രിസ്തു നമുക്ക് ചെയ്ത വാഗ്ദാനം? യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാൻ. അപ്പോൾ യേശു നമുക്കെല്ലാവർക്കും നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം ഏറ്റവും അവസാനം ശിഷ്യന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവരെ എല്ലാവരെയും ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട് 20-ാം വാക്യത്തിൽ, ഞാൻ എന്നും നിങ്ങളോട് കൂടി ഉണ്ടാകും. യേശുവിൻ്റെ വാഗ്ദാനമാണ്. വീണ്ടും നാം കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ, ഞാനിതാ ഇവിടുന്ന് പോകുന്നു, പക്ഷേ പോയി കഴിഞ്ഞാൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്കായി അയച്ചു തരും. യേശുവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങൾക്ക് ഇതാണ് നമ്മുടെ പ്രതീക്ഷ, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ ജീവൻ, ഇതാണ് നമ്മെ യേശുവിൻ്റെ ശിഷ്യരാക്കി തീർക്കുന്നത്. യേശുവിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ പാപികളായ നമ്മൾ, ബലഹീനരായ നമ്മൾ നമ്മളുടെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മേ, ഞങ്ങൾക്കൊന്നും മറ്റൊന്നും ആവശ്യമില്ല, ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇത് പലതവണ പല പ്രാർത്ഥനകൾക്കും ശേഷം നമ്മൾ ആവർത്തിക്കുന്നത്, സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മ നമുക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതിൽ ഏറ്റവും വലിയ അപേക്ഷ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറ്റി കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത് സഭ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനയെപ്പറ്റി നാം വിചിന്തനം ചെയ്തപ്പോൾ നാം മനസ്സിലാക്കി, ഇതൊരു സമൂഹ പ്രാർത്ഥനയാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ സുന്ദരമായ പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഹ എന്ന ജപത്തോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന മറ്റ് പ്രാർത്ഥനകളോടൊപ്പം പ്രത്യേകിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം, പരിശുദ്ധരാജ്ഞി എന്നുള്ള ആ സാമൂഹ്യ പ്രാർത്ഥന, ഇതെല്ലാം നമ്മളുടെ ഒരു വിശ്വാസ പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ യേശു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുവിൻ, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പോൾ നമ്മൾ യാചനകൾ, നമ്മുടെ ആവശ്യങ്ങൾ അമ്മ വഴി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കുരിശിൻ്റെ കീഴിൽ വെച്ച് നമുക്ക് കിട്ടിയ ഒരു അവകാശമാണ്. അമ്മയെ നമ്മളുടെ മധ്യസ്ഥയായി യേശു നൽകിയതും വഴി. ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ മധ്യസ്ഥയായി നാം ഏറ്റെടുക്കുന്നത്. ഈ ഒരവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾക്കുള്ള ഇത്രയും ബഹുമാനവും സ്നേഹവും? എന്തുകൊണ്ടാണ് അമ്മ വഴി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? എവിടെയായിരുന്നു യേശുവിന് മേരിയിലുണ്ടായിരുന്ന സ്ഥാനം? കാരണം നാം മാതാവുമായി ബന്ധപ്പെടുന്നത് യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. നാം മനസ്സിലാക്കുന്നുണ്ട് സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞ കാര്യം. അതായത് യേശുവിനെ മറിയം ആദ്യം ഹൃദയത്തിൽ ഗർഭം ധരിച്ചു വിശ്വാസത്താൽ, രണ്ടാമത് എൻ്റെ ഉദരത്തിൽ ഗർഭം ധരിച്ചു. ഉദരത്തിൽ ഗർഭം ധരിച്ച ആ ശിശുവിനെ ജന്മം നൽകി വളർത്തി ദൈവത്തിനായി ബലി സമർപ്പണം നടക്കുകയാണ്. എന്നാൽ ഹൃദയത്തിൽ പിറന്ന യേശു ഇന്നും മറിയത്തിൻ്റെ ഹൃദയത്തിൽ സജീവമായി ജീവിക്കുന്നു. അപ്പോൾ യേശുവിന് മറിയത്തിലുള്ള സ്ഥാനം മറിയത്തിൻ്റെ ഹൃദയത്തിലാണ്.
ഇതുപോലെ തന്നെ മറിയത്തിന് യേശുവിനുള്ള സ്ഥാനം അത് യേശുവിൻ്റെ ഹൃദയത്തിലാണ്. കാരണം ഈ ലോകത്തിൽ വെച്ച് മറിയത്തെ ഏറ്റവും അധികം സ്നേഹിച്ചത് അത് യേശുവാണ്. അപ്പോൾ നമ്മൾ മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതാരാണ് പ്രാർത്ഥിക്കുന്നത്? യേശു എന്ന ഏക രക്ഷകനിലൂടെയാണ് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാർത്ഥനയും പിതാവിൻ്റെ പക്കലെത്തുന്നത്. യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ആ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള അമ്മയെയും നാം സ്പർശിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതിലാണ് നമ്മുടെ സന്തോഷം, ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയിൽ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുക എന്നത് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം പ്രത്യേകമായി സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥം നിങ്ങളോടും നിങ്ങളുടെ എല്ലാ മക്കളോടും സഹോദരങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.